തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു പോരാട്ടം വിജയിച്ച ആവേശത്തിലാണ് വൈഷ്ണ സുരേഷ. വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്തിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് 24-കാരിയുടെ ആത്മവിശ്വാസം ഇരട്ടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18നോട് സന്തോഷം പങ്കുവയ്ക്കുകയാണ് വൈഷ്ണ. വി അരുണിന്റെ റിപ്പോർട്ട് കാണാം. ഡിസംബർ 13-നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ വലിയൊരു പോരാട്ടം ജയിച്ച സന്തോഷത്തിലാണ് മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി, കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ്. വൈഷ്ണ, എന്ത് തോന്നുന്നു ഈ ഒരു വിജയത്തിൽ? വളരെ വലിയ സന്തോഷം. കാരണം സന്തോഷവും അതിലേറെ അഭിമാനവും ഉള്ളൊരു നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള സന്തോഷം നല്ല രീതിക്ക് മനസ്സിലുണ്ട്. ഇടയ്ക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നു ഇത് മത്സരിക്കാൻ പറ്റില്ലെന്ന്. കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണം നിർത്തിവെക്കേണ്ടി വന്നു, പ്രതികൂലമായ വിധി ഉണ്ടാകുമെന്ന ചില പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായിരുന്നു തോന്നിയത്? ഒന്നാമത്തെ കാര്യം, നമുക്ക് അധികം സമയമില്ല എന്നുള്ളതാണ്. നമുക്ക് നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാന തീയതി 21-ാം തീയതിയാണ്. അപ്പോൾ അധികം സമയം നമുക്ക് മുന്നിലേക്കില്ല. അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ നമുക്ക് എത്രയും വേഗം വിധി കൈപ്പറ്റണം, നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഓർഡർ കൈപ്പറ്റണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. കാരണം നിയമ പോരാട്ടം എന്ന് പറയുന്ന ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ നിന്ന ആളുകൾ, അത് ഹൈക്കോടതി ജഡ്ജി മുതൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ആയാലും, നമ്മുടെ ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ആയാലും, നമ്മുടെ സീനിയർ ലോയർ ഉണ്ട് ശ്രീ ജോർജ് പൂന്തോട്ടം സാർ ആയാലും, മൃദുൽ മാത്യു സാർ ആയാലും, അഡ്വക്കേറ്റ് JS അഖിൽ ചേട്ടനായാലും, നമ്മുടെ KPC ഇലക്ഷൻ ഇൻചാർജ് ശ്രീ KP റഹ്മാൻ സാർ ആയാലും, പിന്നെ നമ്മുടെ സാധാരണ പാർട്ടിക്കാരായാലും, നമ്മുടെ ലീഡേഴ്സ് ആയാലും, എല്ലാവരും ഒന്നടങ്കം ഇറങ്ങി നിന്ന് നമുക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാവരുടെയും സക്സസ് ആണ് ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതിന്റേതായിട്ടുള്ള റിസൾട്ട് നമുക്ക് എന്തായാലും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നിലേക്ക് പോകുന്നത്. കാൽനൂറ്റാണ്ടായി CPM സ്ഥിരമായി ജയിച്ചു വരുന്ന വാർഡ്, CPMന്റെ മേയർ അടക്കം വന്ന വാർഡ്, അവിടെ ഇത്തരത്തിലൊരു തന്ത്രം സ്വീകരിക്കാൻ എന്തായിരിക്കും അവരെ പ്രേരിപ്പിച്ചത്? വൈഷ്ണയുടെ സ്ഥാനാർത്ഥികൾക്ക് ഒരു അങ്കലാപ്പ് ഉണ്ടാക്കിയതാണോ? അങ്ങനെ തോന്നുന്നുണ്ട്? അങ്ങനെ ചില അഭിപ്രായങ്ങൾ വരുന്നു. അല്ല, അതൊന്നും കൂടുതലായിട്ട് പറയേണ്ടത് ഞാനല്ല, അത് പാർട്ടിയാണ് പറയേണ്ടത്. പാർട്ടിയിൽ അതിന്റേതായ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ട്, അവരത് പറയും. പിന്നെ ഈ പറഞ്ഞ പോലെ എന്റെ സ്വന്തം വാർഡാണ് മുട്ടട വാർഡ് എന്ന് പറയുന്നത്. ഞങ്ങളെല്ലാവരും, ഞാനും അച്ഛനും അമ്മയും എല്ലാവരും ജനിച്ചു വളർന്ന വാർഡാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പരിചയക്കാരും ബന്ധുക്കളും കൂട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം തന്നെ നമുക്കുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഗുണം എന്തായാലും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. ശബരിനാഥൻ പറഞ്ഞത് ഒരു മുട്ടട വാർഡിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയെ പത്രങ്ങളുടെ 1-ാം പേജ് വാർത്തയാക്കുന്നു, ന്യൂസ് ചാനലുകളുടെ തലക്കെട്ടാക്കി മാറ്റുന്നു. അത്തരമൊരു സമീപനം CPMന് ഒരു അബദ്ധമായി മാറാൻ സാധ്യതയുണ്ടോ? ശബരിചേട്ടൻ നമുക്ക് തന്നൊരു സപ്പോർട്ട് ഉണ്ട് കേട്ടോ. കാരണം പുള്ളി മേയർ കാൻഡിഡേറ്റ് ആണ്. പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള അദ്ദേഹം ഒരു കാൻഡിഡേറ്റ് ആണ്, നമ്മൾ ഓർക്കണം. അദ്ദേഹത്തിന്റെ ഇലക്ഷൻ പ്രോസസ്സ്, അതായത് ഇലക്ഷൻ പ്രചരണ കാര്യങ്ങൾ വരെ മാറ്റിവെച്ചിട്ട് അദ്ദേഹം എന്നോടൊപ്പം നിന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം പറയാണ്ടിരിക്കാൻ പറ്റില്ല. ശബരിചേട്ടൻ നമുക്ക് തന്ന സപ്പോർട്ട് വളരെ വലുതാണ്. നമുക്കൊരു മുതിർന്ന സഹോദരൻ എങ്ങനെ സപ്പോർട്ട് ചെയ്യുമോ അതേപോലൊരു സപ്പോർട്ടാണ് അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ളത്. അത് വളരെ വലിയൊരു ഭാഗ്യമായി കരുതുന്നു. കാരണം ശബരിചേട്ടൻ ഉൾപ്പെടെ വരുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടാൻ പറ്റുന്നത് തന്നെ വളരെ വലിയ ഭാഗ്യമാണ്. പിന്നെ ഇവരുടെ സപ്പോർട്ട്, അത് നമുക്ക് വളരെ വലിയൊരു ഭാഗ്യമായി തന്നെയാണ് ഞാൻ കാണുന്നത്. ഈ മുട്ടടയിലെ CPM കോട്ട പൊളിക്കാൻ പറ്റുമോ? പറ്റുമെന്നാണ് വിശ്വാസം. ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു പോസിറ്റീവ് റെസ്പോൺസ് നമുക്കുണ്ടാവും. ജയിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ആശങ്ക ഉണ്ടായ സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ജനങ്ങളോട് ഇക്കാര്യം പറഞ്ഞു, അവരുടെ റെസ്പോൺസ് എന്തായിരുന്നു? കുറച്ച് ആളുകളെ ആ സമയത്ത് നേരിട്ട് കണ്ടിട്ടായിരിക്കുമല്ലോ. നമ്മൾ അങ്ങോട്ട് പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. കാണുന്ന ആളുകളെല്ലാം നമ്മളോട് ഇങ്ങോട്ട് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് പറ്റിയത്, എന്തായിരുന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾ അവരെ ഒരുപാട് കൺവിൻസ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല. നമ്മൾ കാര്യം പറഞ്ഞാൽ മതിയാണ്. അപ്പൊ എല്ലാവരും കുഴപ്പമില്ല, അപ്പോട്ട് എല്ലാം ശരിയാവും എന്നുള്ള രീതിക്കായിരുന്നു. എല്ലാവരും വളരെയധികം ആശങ്കയിലായിരുന്നു. അപ്പൊ എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവും. എന്തായാലും വളരെ വലിയ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ജയിക്കും എന്നുള്ള കാര്യത്തിലാണ്, ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ മുന്നിലേക്ക് പോകുന്നത്. അതുതന്നെയാണ് മുട്ടടയിൽ കോൺഗ്രസിന്റെയും വൈഷ്ണയുടെയും ഒക്കെ ഒരു വിശ്വാസവും ഒക്കെ. ഏതായാലും 25 വർഷം തുടർച്ചയായി CPM ജയിച്ച വാർഡ് ഇത്തവണ മാറ്റമുണ്ടാകും. ഒരു പോരാട്ടം ജയിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലും വിജയിക്കുമെന്ന പ്രതീക്ഷയോട് തന്നെയാണ് UDFന്റെ സ്ഥാനാർത്ഥി, കോൺഗ്രസ് സ്ഥാനാർത്ഥി മുന്നോട്ട് പോകുന്നത്.